അമ്മമ്മേ, എനിക്ക് അങ്കിളുടെ വീടിനേക്കാളും ഇഷ്ടം ഈ വീടാ. ആണോ? പക്ഷേ അമ്മ അവിടെ ആയിപ്പോയി, അല്ലെങ്കിൽ ഞാൻ ഇവിടെ തന്നെ നിന്നേനെ. അമ്മ അവിടെ നിന്നോട്ടെ. അമ്മയ്ക്ക് കൂട്ടിന് അങ്കിൾ ഉണ്ടല്ലോ. മാമാട്ടി ഇവിടെ നിന്നോ, അമ്മുമ്മയ്ക്കൊരു കൂട്ടും ആവുമല്ലോ. അയ്യോ, അത് പറ്റില്ല. മാമാട്ടി ഇല്ലെങ്കിൽ അമ്മയുടെ അടുത്ത ഡോക്ടർ അങ്കിൾ കയറി കിടക്കും. മോള് അവിടെ പോയി കളിച്ചോ കേട്ടോ. ചെല എന്തിനാ അമ്മ കാണണോന്ന് പറഞ്ഞേ? മോളെ, മാമാട്ടിയുടെ കാര്യം പറയാനാ വിളിപ്പിച്ചത്. എന്താ അമ്മേ? മാമാട്ടിയെ സഞ്ജയന്റെ വീട്ടില് ഒപ്പം താമസിപ്പിക്കുന്നത് ശരിയല്ല. എന്താ അമ്മ ശരികേട്? അവള് കൊച്ചുകുട്ടിയല്ലേ. അത് തന്നെയാ പ്രശ്നം. പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവുന്ന പ്രായമായിരുന്നെങ്കിൽ പറഞ്ഞെങ്കിലും മനസ്സിലാക്കി കൊടുക്കായിരുന്നു. ഇതിപ്പോ ഒന്നും ചെയ്യാൻ വയ്യാത്ത അവസ്ഥയാ. അവളങ്ങ് വേഗം വളരും അമ്മേ. മോളെ, അവള് വളർന്ന് പക്വതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വർഷങ്ങൾ കഴിയണം. ഇതിന്റെ ഇടയിൽ നഷ്ടാവുന്നത് നിങ്ങൾ രണ്ടാളുടെയും ജീവിതമായിരിക്കും. മോളെ, ദേ, അനാവശ്യമായ പിടിവാശികളൊന്നും നന്നല്ല. ചില നേരങ്ങളിൽ പ്രായത്തിൽ മൂത്തവർ പറയുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോന്ന് ചിന്തിക്കണം. അമ്മയ്ക്ക് ഇത്ര നാളില്ലാത്തൊരു സ്വരമാണല്ലോ ഇപ്പോ. സത്യം പറയാമേ, സഞ്ജയ് ഇവിടെ വന്നിരുന്നോ? സഞ്ജയ് വന്നതിൽ എന്താ തെറ്റ്? അവന്റെ ഭാര്യ വീട്ടിൽ അവന് വന്നൂടെ? വന്നതല്ല കാര്യം. വന്ന ശേഷം മാമാട്ടിയെ കുറിച്ച് സംസാരം നടന്നു അല്ലേ? അത് സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ. ദേ, അവനായതുകൊണ്ടാ ക്ഷമിക്കുന്നത്. താലി കെട്ടിയ പെണ്ണിനോട് ഒന്ന് സംസാരിക്കാൻ അവസരം കിട്ടാത്തൊരു ഭർത്താവിന്റെ അവസ്ഥ ഇത്രയും പഠിച്ചിട്ട് നിനക്ക് പോലും മനസ്സിലാവുന്നില്ലേ? മനസ്സിലാകാഞ്ഞിട്ടല്ലമ്മേ, മാമാട്ടിയെ വേദനിപ്പിക്കാൻ എനിക്ക് കഴിയില്ല. പിന്നെന്തിനാ നീ വിവാഹം ചെയ്തത്? വിവാഹമെന്ന് പറയുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലുള്ള പരസ്പര ഉടമ്പടിയാ. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് കഴിഞ്ഞോളാം എന്നുള്ളൊരു ഉടമ്പടി. അമ്മയ്ക്കിപ്പോ എന്താ വേണ്ടത്? ദേ, നിന്റെ നന്മയ്ക്കും മാമാട്ടിയുടെ ജീവിതത്തിനും വേണ്ടി പറയുക. മാമാട്ടി ഇവിടെ വളരട്ടെ. ഞാൻ അവളുടെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ചെയ്തോളാം. മാമാട്ടി അതിന് സമ്മതിക്കില്ലമ്മേ. എന്നാ അതിനെ ഏതെങ്കിലും വിധത്തിൽ അതിന്റെ മാതാപിതാക്കളെ കണ്ടെത്തി അവരെ അങ്ങ് ഏൽപ്പിക്ക്. അതൊന്നും നടക്കില്ല. അവൾക്ക് മാതാപിതാക്കളില്ല, എല്ലാം ഞാൻ മാത്രം. മാമാട്ടിയെ സംരക്ഷിച്ചോളാന്നുള്ള ഉറപ്പ് സഞ്ജയ് തന്നതുകൊണ്ടാ ഞാൻ വിവാഹത്തിന് തയ്യാറായത്. സഞ്ജയ് ആ വാക്ക് എന്ന് ലംഘിക്കുന്നു അന്ന് തീരും ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. മാമാട്ടി, മോളെ, മോളെ, മാമാട്ടി, മോൾക്കൊരു ചിന്ന ഗിഫ്റ്റ് അങ്കിളിന്റെ വക. മോൾക്ക് സന്തോഷായോ? മാമാട്ടിക്ക് സന്തോഷായി. പക്ഷേ മാമാട്ടിയുടെ അമ്മയ്ക്ക് ഒട്ടും സന്തോഷമില്ല. കാരണം എന്താണെന്നറിയോ? അമ്മയ്ക്ക് അങ്കിള് സമ്മാനം കൊടുത്തില്ലല്ലോ. അതെന്താ അമ്മയ്ക്ക് കൊടുക്കാഞ്ഞേ? അമ്മയും കുട്ടിയല്ലേ? ഈ അമ്മ കുട്ടിയോ? ആ, അങ്കിള് നോക്കട്ടെ. കണ്ടോ? അതെ, മാമാട്ടി പറഞ്ഞ ശരിയാ. ചില നേരത്ത് അമ്മ മാമാട്ടി കാട്ടി കുട്ടിയാ. കുട്ടികളെ പോലെ വാശി, കുറുമ്പ് എല്ലാം ഉണ്ട്. ഇപ്പൊ തന്നെ കണ്ടില്ലേ മുഖം വീർപ്പിച്ചു വെച്ചിരിക്കുന്നത്? കാര്യമായിട്ട് എന്തോ സംഭവിച്ചതുപോലെ ഉണ്ടല്ലോ മാമാട്ടി. എനിക്കൊരു ക്ലൂ തരാവോ? അതമ്മ തന്നെ തരും. ഞാൻ ഇടപെടാനൊന്നില്ലേ. നിങ്ങൾ വലിയൊരു കാര്യം നിങ്ങൾ എന്നെ പറഞ്ഞു തീർക്ക്. ഞാൻ
ഒരു കുഞ്ഞു മാമാട്ടിയല്ലേ? അമ്മേ, ഞാൻ അവിടെ പോയിരുന്നോട്ടെ? ഉം. വാ, ഉം. നമുക്ക് പോയി കളിക്കാമേ. ഒരാൾക്ക് പല മുഖങ്ങളുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അനുഭവത്തിൽ ഇത് ആദ്യ. ഉള്ളിൽ ചിലത് ഒളിപ്പിച്ചു വെച്ച് പുറത്തേക്ക് ചിരിയും സ്നേഹവും പ്രകടിപ്പിക്കുക. നല്ല ഒന്നാന്തരം നടന്മാർക്കേ അതിന് കഴിയൂ. സത്യത്തിൽ സഞ്ജയ് ഒരു ഡോക്ടറല്ല വേണ്ടിയിരുന്നത്, നടൻ. നല്ല ലക്ഷണം തികഞ്ഞൊരു നടൻ. എടി, നീ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ആ കുഞ്ഞിന് സഞ്ജയ് ഇപ്പൊ വാങ്ങിക്കൊടുത്ത കളിപ്പാവ കൊണ്ട് അവൾ എത്രമാത്രം സന്തോഷിക്കുന്നുണ്ട്. അവൾ സാങ്കല്പികമായ ഒരു ലോകം ഉണ്ടാക്കി രസിക്കുന്നു ഇപ്പോ. പക്ഷെ അവൾക്കറിയില്ലല്ലോ, ഇതൊക്കെ വെറും കപട സ്നേഹമാണെന്നും വെറും നാടകമാണെന്നും. എന്നെയും മാമാട്ടെയും വഞ്ചിക്കുകയാണ് സഞ്ജയ്. സാന്ദ്ര, നീ എന്തായി പറയുന്നത്? ഉള്ളു മുഴുവൻ മാമാട്ടിയോട് വെറുപ്പ് നിറച്ച് നടക്കുമ്പോഴും അങ്ങനെയല്ലെന്ന് സമർത്ഥിക്കാനുള്ള ഒരു ഗിഫ്റ്റ്. ഞാൻ അറിഞ്ഞു മാമാട്ടിയെ ഒഴിവാക്കാൻ എന്റെ അമ്മയുടെ അരികിൽ പോയി പരാതി പറഞ്ഞത്. ഓ, അതാണോ കാര്യം? ഞാനേ പരാതിയൊന്നും അല്ല പറഞ്ഞത്. കുറച്ചു ദിവസം ഒന്ന് അമ്മ മാമാട്ടിയെ നോക്കിയാ നമുക്ക് കുറച്ച് ഫ്രീഡം കിട്ടുമല്ലോ എന്നാ ഉദ്ദേശം. അല്ലാതെ എന്നേക്കുമായിട്ട് മാമാട്ടിയെ ഒഴിവാക്കാനുള്ള കാര്യമൊന്നുമല്ല. എന്റെ മാമാട്ടിയെ എല്ലാവരും വെറുക്കുന്നത് പോലെ സഞ്ജയും വെറുത്തു തുടങ്ങി. പക്ഷെ സഞ്ജയ് ഒന്നോർത്തോ, ഈ ജന്മത്തിൽ ഒരാൾക്കും എന്റെ മാമാട്ടിയെ എന്നിൽ നിന്ന് ഒഴിവാക്കാൻ കഴിയില്ല. അതിന് മുതിരുന്നവരാരായാലും അവരായിരിക്കും സാന്ദ്രയുടെ ജീവിതത്തിൽ നിന്ന് ആദ്യം പടിയിറങ്ങുക. അതിപ്പോ അമ്മയായാലും അച്ഛനായാലും ഭർത്താവായ സഞ്ജയ് ആയാലും. അതെ, ആ അവസാനത്തെ ആളെ അങ്ങ് മാറ്റിയരേ ഞാനില്ലേ ഒന്നിനും. അമ്മേ, അങ്കിൾ എണീറ്റ്, എണീറ്റ്, എണീക്കാൻ. ആ, ഞാനാ അമ്മയുടെ മടി കിടക്കുന്നത്. ഞാനല്ലേ അമ്മ കിടക്കണ്ടേ? ഇപ്പൊ എങ്ങനുണ്ട്? എനിക്കാകെ കൺഫ്യൂഷൻ. എന്താ വിളിക്കേണ്ടതെന്ന്? സബ് കളക്ടർ എന്ന് വിളിക്കണോ, മാഡം എന്ന് വിളിക്കണോ, അതോ നാട്ടു നടപ്പനുസരിച്ച് സഹോദര ഭാര്യയെ വിളിക്കാൻ ഉപയോഗിക്കുന്ന നാത്തൂനെ എന്ന് വിളിക്കണോ, അതോ ചേച്ചി എന്ന് വിളിക്കണോ? ഇനി അതൊന്നും അല്ലെങ്കിൽ സാന്ദ്ര എന്ന് വിളിക്കണോ? ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അമ്മേന്ന് വിളിച്ചോ? ഞാൻ അമ്മേന്നാ വിളിക്കുന്നേ. അമ്മേന്ന് വിളിക്കാൻ എനിക്ക് ജന്മം നൽകിയ ഒരു ഒന്നാന്തര അമ്മയുണ്ട്. എന്നെ പ്രസവിച്ച് വളർത്തിയ അമ്മ. അല്ലാതെ ഒരു ദിവസം എവിടെന്നോ കയറി വന്ന് ഒരു ബന്ധമില്ലാത്ത ഒരു സ്ത്രീയെ അമ്മയെന്നൊന്നും വിളിക്കാൻ എന്റെ നാവ് വഴങ്ങില്ല കുട്ടി. ശരി, തൽക്കാലം ഞാൻ സാന്ദ്രയെന്ന് തന്നെ വിളിക്കാം. പ്രോട്ടോകോൾ നോക്കേണ്ട ആവശ്യം ഇവിടെ ഇല്ലല്ലോ. ഇത് കളക്ടർ ഓഫീസൊന്നും അല്ലല്ലോ, വീടല്ലേ. നയനെ, എന്താ ഭാവം? നയനിക്ക് ഇഷ്ടമുള്ളത് വിളിച്ചോളൂ, എനിക്കൊരു പ്രശ്നവുമില്ല. ഗുഡ്, സാന്ദ്ര എന്ന് തന്നെ ആവട്ടെ. നാത്തൂനെന്ന് വിളിക്കാൻ മാത്രം അടുപ്പം നമ്മൾ തമ്മിലായിട്ടില്ല. സാന്ദ്ര, ഞാൻ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതിൻ പ്രകാരം സാന്ദ്രയോട് അല്പം സംസാരിക്കാനാ ഞാൻ വന്നത്. അതിനെന്താ, സംസാരിക്കാലോ. സഞ്ജയന്റെ ഏട്ടനാ. എനിക്കും അച്ഛനും അമ്മയ്ക്കും ഇഷ്ടപ്പെട്ട ഒരു ബന്ധമല്ല എന്റെ ഏട്ടൻ തിരഞ്ഞെടുത്തത്. പിന്നെന്തിനാ അന്ന് എന്നെ വന്ന് കണ്ട് ചേട്ടനുമായി വിവാഹത്തിന് തയ്യാറാണോന്ന് നിർബന്ധിച്ചത്? അതൊരു പ്രത്യേക സാഹചര്യത്തിൽ സംഭവിച്ചതാ. എന്റെ കസിൻ ദേവുമായി എന്റെ ഏട്ടന്റെ വിവാഹം തന്നെയാ ഞാനും ഞങ്ങളുടെ കുടുംബവും ആഗ്രഹിച്ചത്. പഴങ്കഥകൾ പറഞ്ഞ് ബോറടിപ്പിക്കല്ലേ നയനെ. എന്തായാലും ഏട്ടൻ സാന്ദ്രയെ തന്നെ വിവാഹം കഴിച്ചതോടെ ഞങ്ങൾ സാന്ദ്രയെ അംഗീകരിക്കുന്നു. അംഗീകരിക്കാതിരിക്കാൻ പറ്റിയ സ്വഭാവ ദൂഷ്യങ്ങളൊന്നും എനിക്കില്ല. നല്ല കുടുംബത്തിൽ തന്നെയാണ് ഞാൻ ജനിച്ചത്, നല്ലൊരച്ഛന്റെ മകളായി. പിന്നെ IAS എന്ന് പറയുന്നത് 10ാം ക്ലാസ് പാസ്സായവർക്ക് കിട്ടുന്ന ഒരു ബിരുദമല്ല. സബ് കളക്ടർ എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിലെ അറ്റൻഡർ പദവിയും അല്ല. പക്ഷേ എന്റെ ഏട്ടൻ സാന്ദ്രയെ വിവാഹം കഴിച്ചത് ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കാനാ. ഒരു പുരുഷൻ അവൻ താലിയെട്ടിയ ഭാര്യയിൽ നിന്നും പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. വിവാഹം കഴിക്കുന്നവർക്ക് ചില സ്വകാര്യ നിമിഷങ്ങൾ വേണമെന്നുള്ളത് അറിയാത്തതാണോ IAS നേടിയ സാന്ദ്ര മേനോൻ?
ഈ മാമാട്ടി എന്ന കുട്ടിക്ക് വേണ്ടി നിങ്ങൾ എന്റെ ഏട്ടനെ ഇഗ്നോർ ചെയ്യാണ്. ഒന്ന് ചോദിക്കട്ടെ, അപ്പൊ ഈ ദിവസം അത്രയും ഞങ്ങൾ എന്ത് ചെയ്യുന്നു എന്ത് ചെയ്യുന്നില്ല എന്ന് ഞങ്ങളുടെ മുറിയിൽ ഒളിക്യാമറ വെച്ച് ഷൂട്ട് ചെയ്ത് ഗവേഷണം ചെയ്യായിരുന്നോ എന്റെ ഭർത്താവിന്റെ സഹോദരി? നോക്കിക്കോ, ഈ കുട്ടിയും കൊണ്ട് നിങ്ങൾ എന്റെ ഏട്ടന്റെ ജീവിതത്തിലേക്ക് വലിഞ്ഞു കയറി വന്നത് ഞങ്ങളുടെ കുടുംബം നശിപ്പിക്കാനാണോ? സമ്മതിക്കില്ല. നോക്കിക്കോ. സാന്ദ്രയ്ക്ക് ഇന്ന് ഓഫീസിൽ പോണ്ടേ? വേണം, ഉച്ചയോടെ എത്തിയാ മതി. ഇനിയിപ്പോ ഇപ്പൊ പോവാന്ന് വെച്ചാലും കഴിയില്ല. മാമാട്ടി ഉറങ്ങി എണീക്കാൻ മിനിമം ഒരു 2 മണിക്കൂറെങ്കിലും എടുക്കും. ഇന്ന് വെളുപ്പിനെ വരെ ഇരുന്ന് കാർട്ടൂൺ ചാനൽ കാണലായിരുന്നു പരിപാടി. എന്നാ ഞാനൊരു കാര്യം പറഞ്ഞ സാന്ദ്ര സമ്മതിക്കോ? എന്താ? നമുക്കും മാമാട്ടിക്കും ഇടയിൽ കിട്ടുന്ന ഏറ്റവും വിലപിടിപ്പുള്ള സമയം ഇത്. നമുക്കൊന്ന് കറങ്ങിട്ട് വന്നാലോ? അയ്യോ, അപ്പോഴേക്കും മാമാട്ടി എഴുന്നേറ്റ പ്രശ്നമാവില്ലേ? സാന്ദ്ര പ്ലീസ്, എന്റെ ഒരു മോഹ തന്നെയും വണ്ടിയിലിരുത്തി ഒന്ന് കറങ്ങാൻ. 4 ആള് കാണട്ടെ സബ് കളക്ടർ ഹസ്ബൻഡ് ഡോക്ടർ സഞ്ജയിന്റെ കൂടെ ചീറിപ്പാഞ്ഞു പോകുന്നത്. സഞ്ജയ് അത് സഞ്ജയ് ഇത്. മാമാട്ടിയുടെ കാര്യത്തിലടക്കം ഞാൻ എത്ര കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുന്നു. എനിക്ക് വേണ്ടി ഒരു കോംപ്രമൈസിന് സാന്ദ്രയും തയ്യാറാവ് പ്ലീസ്. അതെ, നമ്മൾ അധിക ദൂരമൊന്നും പോകുന്നില്ല. ഒന്ന് കറങ്ങി നമ്മുടെ ഹോസ്പിറ്റലിലും കയറി പെട്ടെന്ന് ഇങ്ങ് തിരിച്ചു വരും. എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഒരു കാര്യമുണ്ട്. അതെ, നമുക്ക് വേഗം പോവാം. മാമാട്ടി വേഗം ഉണരാതിരിക്കാൻ ഞാനൊരു വഴിപാട് നേർന്നോളാം. അഥവാ ഉണർന്നാലോ? ഉറങ്ങിക്കോളും. മറ്റെങ്ങും അല്ലല്ലോ, നമ്മുടെ വീടല്ലേ. പിന്നെ കുറച്ചു നേരം അമ്മയെ പിരിഞ്ഞിരിക്കാനും മാമാട്ടി പഠിക്കട്ടെ. ഓക്കെ അല്ലേ? അമ്മേ, ഞങ്ങളെ ക്ഷേത്രത്തിലൊന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. മാമാട്ടി ഉണർന്നാലേ ഒന്ന് നോക്കിയോളേ. പോവാം, വാ. ഓ, രാവിലെ എണീറ്റോ മഹാറാണി? രാത്രി മുഴുവൻ ടിവിയുടെ മുമ്പില്, പിന്നെ മൂടി പൊതിച്ച് കുംഭകർണ സേവ. അതെ, ഈ വീട്ടിൽ ഇതൊന്നും പറ്റില്ല. രാത്രി 10 മണി കഴിഞ്ഞാ TV വെക്കാൻ പാടില്ല. കറണ്ട് ചാർജ് കൊടുക്കുന്നതേ നിന്റെ ആ സബ് കളക്ടർ അല്ല. എന്റെ അമ്മ എവിടെ? നിന്റെ അമ്മയെ പിടിച്ച് ഞാൻ ഒളിപ്പിച്ച് വച്ചിട്ടൊന്നുമില്ല. അമ്മ എവിടെന്ന്? നിന്റെ അമ്മ പോയി നിന്നെ ഇട്ടേച്ച്. ഭാര്യ ഭർത്താക്കന്മാരെ മര്യാദയ്ക്കൊന്നും മിണ്ടാൻ സമ്മതിക്കില്ലല്ലോ. അവര് പോയി അവരുടെ പണി നോക്കി. അങ്ങോട്ട് കരഞ്ഞു വിളിക്ക്, പക്ഷെ ഒച്ചത്തിലൊന്നും വേണ്ട. പുറത്ത് വീടുകൾ ഉള്ളതാ. ഉറക്ക കരഞ്ഞ വായിൽ ഞാൻ ടേപ്പ് ഒട്ടിക്കും, പറഞ്ഞേക്കാം. ഗുഡ് മോർണിംഗ് ഡോക്ടർ. ഗുഡ് മോർണിംഗ്. അവിടെ ഇരിക്കെ. എന്താ ഇത്? അവിടെ ഇരിക്കെ. ഇത് സഞ്ജയുടെ കൺസൾട്ടിംഗ് റൂം അല്ലേ? എന്തിനാ നമ്മൾ ഇവിടേക്ക് വന്നത്? അതെ, ഇന്ന് എനിക്കൊരു സ്പെഷ്യൽ പേഷ്യന്റ് ഉണ്ട്. അതാരാ? ഇവിടത്തെ സബ് കളക്ടറാ, സാന്ദ്ര മേനോൻ. സഞ്ജയ്, ഇവിടെയുള്ളവർ എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? ഡോക്ടറും ഭാര്യയും അവരുടെ റൂമിൽ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിചാരിച്ചോളൂ. അവർക്കറിയില്ലല്ലോ ഡോക്ടർ തന്റെ ഭാര്യയെ സ്പർശിച്ചിട്ട് പോലും ഇല്ലെന്ന്. മാമാട്ടി എന്ന് പറയുന്നൊരു വൻമതിൽ ഡോക്ടർക്കും ഭാര്യയ്ക്കും ഇടയിൽ എല്ലാവിധ തടസ്സങ്ങളും സൃഷ്ടിച്ച് നിൽക്കുന്ന വിവരം ആർക്കും അറിയില്ലല്ലോ. ആ വൻമതിലിന്റെ കണ്ണ് വെട്ടിച്ച് വന്നിരിക്കുന്നത് നടക്കാതെ പോയ ആദ്യ രാത്രി ആഘോഷിക്കാനാണെന്നും ആർക്കും അറിയില്ല. ആദ്യ രാത്രിയോ? അതെ, ആദ്യ രാത്രി പൊട്ടിപ്പാളിച്ചായി, 2ാം രാത്രിയും തദൈവ.
ഇനി മൂന്നാം രാത്രി പകലാവട്ടെ എന്ന് ആശ്വസിക്കാം. സ്വന്തം കൺസൾട്ടിംഗ് റൂമിൽ ആദ്യ രാത്രി ആഘോഷിക്കേണ്ടി വരുന്ന ലോകത്തിലെ ആദ്യത്തെ ഡോക്ടറായിരിക്കും ഈ ഡോക്ടർ സഞ്ജയ്. എങ്കിൽ ഇത് ഓപ്പറേഷൻ തിയേറ്ററിലാക്കായിരുന്നു. രക്ഷയില്ലെങ്കിലേ അതും വേണ്ടി വരും കേട്ടോ. എന്റെ സഞ്ജയ്, എന്തിനാ ഇത്ര ധൃതി? ദേ, ഇനി നമ്മൾ ജീവിതാവസാനം വരെ ഒരുമിച്ച് ജീവിക്കേണ്ടവരല്ലേ? ജീവിത അവസാനം വരെ മാമാട്ടി ഒരു വന്മതിലായിട്ടുണ്ടാവും. അവളൊരു കൊച്ചുകുട്ടിയല്ലേ സഞ്ജയ്? പിള്ള മനസ്സിൽ കള്ളമില്ല എന്നല്ലേ പറയുന്നത്? അവൾക്കൊന്നും അറിയില്ല. എന്താണ് ഭാര്യയെന്നും എന്താണ് ഭർത്താവെന്നും എന്താണ് കുടുംബമെന്നും ഒന്നും അവൾക്കറിയില്ല. കുറച്ചു കഴിയുമ്പോ എല്ലാം അവള് തിരിച്ചറിയും. അതുവരെ നമുക്കൊന്ന് ക്ഷമിച്ചൂടെ? മോളെ, അപ്പോഴേക്കും മൂക്കില് പല്ല് മുളയ്ക്കും കേട്ടോ. ഈ സബ് കളക്ടർക്ക് യാതൊരു കോമൺ സെൻസും ഇല്ല, റൊമാൻസും ഇല്ല. ഏത് നേരവും മാമാട്ടി മാമാട്ടി എന്നുള്ളൊരു നാമജപം മാത്രമേ ഉള്ളൂ. അതെ, സംസാരിച്ച് സമയം കളയണ്ട കേട്ടോ. സഞ്ജയ്, ദേ ഫോൺ. അതവിടെ കിടന്ന് അടിക്കട്ടെ. ഫോൺ എടുക്ക സഞ്ജയ്, വല്ല അത്യാവശ്യ കോളും ആണെങ്കിലോ? നയനയാ. ഹലോ ഏട്ടൻ ഇതെന്ത് ഭാവിച്ച? ഈ കൊച്ചിവിടെ കിടന്ന് അമ്മയെ കാണണമെന്നും പറഞ്ഞ് തുടരി പൊട്ടിക്കുക. ഒരുവിധ സാധനങ്ങളൊക്കെ തകർത്തു കളഞ്ഞു. നിങ്ങൾ രണ്ടുപേരും ഈ കുരിശിനെ ഇവിടെ ആക്കിയിട്ട് എവിടെ കറങ്ങി നടക്കുക? വേഗം വന്നില്ലെങ്കിലേ പോലീസിനെ അറിയിക്കും ഇതിനെ തളയ്ക്കാൻ. ഉടനെ വരാം. എന്താ സഞ്ജയ്? ആ വന്മതിലെ അവിടെ വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. അയ്യോ, മാമാട്ടി അവിടെ മൊത്തം അടിച്ചു പൊളിക്കുന്നു. സഞ്ജയ് വാ, നമുക്ക് പോവാം. സാന്ദ്ര, അത് വാ സഞ്ജയ്, വാ. വരാൻ വാ. ഡീ, നിന്റെ അമ്മ ഇപ്പൊ വരും. അമ്മ വരുമ്പോ നീ കാണിച്ച അഹങ്കാരം ഒന്ന് കാണട്ടെ. നിന്റെ അമ്മയെ കൊണ്ട് തന്നെ ഞാൻ അടി വാങ്ങിപ്പിച്ചു തരും. ഇതെല്ലാം നീ ചെയ്തതാണെന്ന് ഞാൻ പറയും. ഡീ, എന്താ ഡീ കാണിച്ചിരിക്കുന്നേ? ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് വിചാരിച്ചോ? ഡീ, പറയാൻ. ഡീ, പറയാൻ. എന്താടി മിണ്ടാതിരിക്കുന്നേ? എന്താ നയനെ കാണിക്കുന്നേ? ഇനി ഈ കുട്ടി പിശാചിനെ ഇവിടെ ഇട്ടിട്ട് മേലിൽ പുറത്തു പോകരുത്. എന്റെ മോളുടെ ദേഹത്ത് കൈ വെച്ചു അല്ലേ? കൈ വയ്ക്കല്ല വേണ്ടത്. ഈ കുരുത്തം കെട്ട കൊച്ചിന്റെ കൈ തല്ലി ഒടിക്കുക വേണ്ടത്. എന്നാന്ന് തൊട്ട് നോക്ക്, അപ്പ അറിയാ ഈ സാന്ദ്ര ആരാണെന്ന്. ദേ നോക്ക്, ഞാൻ നിന്റെ സഹോദരന്റെ ഭാര്യയായിരിക്കാം, അല്ലാതെ നിന്റെ മറ്റുള്ളവരുടെ അടിമയൊന്നും അല്ല. അക്കാര്യം നീ മറക്കരുത്. വാ മോളെ. ഈ കൊച്ചിവിടെ കാട്ടിക്കൂട്ടിയത് എന്താണെന്ന് അറിയാതെ വർത്തമാനം പറയരുത്. എന്തൊക്കെ നാശനഷ്ടങ്ങളാ വരുത്തി വെച്ചിരിക്കുന്നറിയാമോ? എന്ത് നാശനഷ്ടം ഉണ്ടെങ്കിലും അതിന്റെ മുഴുവൻ തുകയും ഞാൻ തന്നോളാം. ഇത് ദേഹോപദ്രവം നടത്തിയതിന് എന്താ തരിക? കടിക്കാത്ത പട്ടിയുടെ വായിൽ കോലിട്ടിളക്കിയാ അത് കടിച്ചെന്നിരിക്കും. അങ്ങനെ കടിക്കുന്ന നായ്ക്കളെ പേപ്പട്ടികളാ. അതിനെ അങ്ങ് തല്ലി കൊല്ലും. എന്റെ ബലമായ സംശയം ഈ കുട്ടി തേവാങ്ങിന് ഭ്രാന്തെന്ന. കൊണ്ടുപോയി ചങ്ങലക്കിട്.
എന്റെ കുഞ്ഞിനെ തല്ലിയതും പോലെ ചങ്ങലേക്ക് വിടണോ? സാന്ദ്ര പ്ലീസ്. ഭാര്യയെ കൊണ്ട് പെങ്ങളെ തല്ലിക്കാനായിരുന്നോടാ നീ ഇവിടെ കല്യാണം കഴിച്ചത്? എന്റെ വീട്ടിൽ എന്റെ വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്നെ തല്ലിയല്ലേ? നയന, നീ ഒന്നും മിണ്ടാതിരിക്ക. ഞാൻ കളക്ടർ ഓഫീസിലോ സാന്ദ്രാലയത്തിലോ നിന്നല്ല മിണ്ടുന്നത്, എന്റെ വീട്ടിൽ വെച്ചാ. ഈ കുട്ടിക്ക് വേണ്ടി ഇന്ന് എന്നെ തല്ലി, നാളെ അച്ഛനെ അമ്മയെ തല്ലും, അവസാനം ഏട്ടനവരെ കൈവയ്ക്കുന്നതിൽ എത്തും കാര്യങ്ങൾ. നോക്കിക്കോ സഞ്ജയ്, എല്ലാത്തിനും ഒരു തീരുമാനം ആദ്യം ഉണ്ടാവട്ടെ. ഞാനും മമ്മട്ടി പോവാം. എങ്ങോട്ട്? എന്റെ വീട്ടിലേക്ക്. പോകരുത്, ആളുകൾ അറിഞ്ഞ മോശമാ. ഞാൻ പോവും. സാന്ദ്ര പ്ലീസ്. ഇവരൊക്കെ എന്ന് ഈ കുഞ്ഞിനെ ഇഷ്ടപ്പെടുന്നോ അന്ന് ഞാൻ വരാം. എന്തിന്റെ പേരിലാണെങ്കിലും ഒരു പിഞ്ചു കുഞ്ഞിനെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത് എനിക്ക് കാണാനാവില്ല. ഈ ചെയ്തു കൂട്ടിയിരിക്കുന്നതെല്ലാം എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ അത് തെറ്റി. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞും ഇങ്ങനെ ചെയ്യില്ല. നാളെ നിങ്ങളുടെ പെങ്ങൾ എന്റെ കുഞ്ഞിനെ അപായപ്പെടുത്താൻ ശ്രമിച്ചാലും അതും തനിയെ ചെയ്തതാണെന്ന് പറഞ്ഞ് എന്നെ ബോധ്യപ്പെടുത്തും. അവളെ പറഞ്ഞ് മനസ്സിലാക്ക്, ഈ പ്രായത്തില് ഇത്ര അഹങ്കാരം പാടില്ലാന്ന്.